അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എന്താണ് ഒരു സ്നാക്ക് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചപ്പോൾ പഴംപൊരിയെ പോലെ ഇത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഒരു വികാരം, ഈ കപ്പ പോലെ അല്ലെങ്കിൽ നമ്മുടെ കപ്പയും കഞ്ഞിയൊക്കെ പോലെയൊക്കെ തന്നെ നമ്മുടെ മലയാളികളുടെ ഒരു വികാരമാണ്. മലയാളികൾ എവിടെയുണ്ട് അവിടെ പഴംപൊരി ഉണ്ട്. വേറൊന്നും പറയാനില്ല, നേരെ നമ്മൾ ബാറ്റർ റെഡിയാക്കാണ്. അപ്പോൾ അതിന്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നമ്മൾ നല്ല കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ശരിക്കും കുറച്ച് എന്താണ് തരിയുള്ള അരിപ്പൊടി, പക്ഷെ കിട്ടിയപ്പോൾ ഒരു ഇത്തിരി നൈസ് നമ്മുടെ പത്തിരിയും ഇടിയപ്പത്തിനും കിട്ടിയത്. അപ്പോൾ സാരമില്ല, നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഇത്തിരി മൈദയും കൂടി ചേർക്കാം. മൈദ ശരിക്കും പറഞ്ഞാൽ ഞാൻ പൊതുവെ ചേർക്കാറില്ല വീട്ടില്, കാരണം ഇത്തിരി നമുക്ക് അത്ര ഹെൽത്തി അല്ലല്ലോ മൈദ. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് അതിന്റെ ഒരു പരുവത്തിന് അതെ അതെ. അപ്പൊ നമ്മുടെ നല്ല വെളിച്ചെണ്ണ കിടന്നോട്ടെ അല്ലേ, എണ്ണ നന്നായിട്ട് തിളച്ചോട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് മധുരം ചേച്ചി കുറച്ച് കേറി നിൽക്കണോ? അതെ തന്നെ അതെ, ഇത്തിരി മധുരം കേറി നിൽക്കണം. അതിനോട് ഞാൻ ഇതിനകത്ത് പഞ്ചസാര കുറച്ച് കൂടുതൽ ഇടുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത് ബാറ്റർ ഇതായി. അങ്ങനെ നമ്മുടെ പഴം അതാ ബാറ്ററിലോട്ട് തട്ടിയിരിക്കുകയാണ്. എണ്ണ തിളച്ച് മറിയുന്നുണ്ട്. ആദ്യത്തെ പഴം ഇതാ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാ. ബീനേച്ചി റെഡി. ആഹാ, നല്ല മഞ്ഞ കളർ. ബാക്കി ഇതിനെയും കൂടി ഞാൻ ഈ മാവിലേക്ക് ഇടും കേട്ടോ. നമ്മുടെ പഴംപൊരി കുട്ടന്മാരങ്ങനെ എലിക്കുഞ്ഞുങ്ങളെ പോലെ എലിക്കുഞ്ഞുങ്ങളെ പോലെ ഇരിക്കുന്ന പഴംപൊരികൾ നമ്മൾ അവിടെ അടുത്ത് വെക്കേണ്ട താമസമുള്ളൂ. എപ്പ തീർന്നു വെച്ചാൽ ക്രിസ്പിനെസ് ഉണ്ട് അല്ലേ, പക്ഷേ ചൂടോടുകൂടി കഴിക്കണം. അത് ശരിയാണ്, തണുത്ത് കഴിഞ്ഞാൽ പോയി കോഞ്ഞാട്ടേ. പഴംപൊരിയൊക്കെ നല്ല ആ ചൂടോടുകൂടി എടുക്കുമ്പോൾ തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എവിടം വരെ ആയി നമ്മുടെ പ്രിയപ്പെട്ട പഴംപൊരി അങ്ങനെ അനീഷേട്ടാ ഇന്നത്തെ സ്പെഷ്യലൊക്കെ പഴംപൊരി. നമ്മുടെ എന്താണ് ഞാൻ പറഞ്ഞ ഉറപ്പല്ലേ നിങ്ങളെ രണ്ടുപേരെ മുഖത്തുണ്ട് ഈ പഴം. ഞാൻ പണ്ട് അമ്മ വീട്ടിൽ ഉണ്ടാക്കുന്ന ഞാൻ കേറിട്ട് പഴംപൊരി വീട്ടിൽ ഈ അടുത്ത കാലത്ത് പഴംപൊരി ഉണ്ടാക്കി വീട്ടില് നല്ല പഴുത്ത പഴമായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച പോലെ നമ്മളിനി സംസാരിക്കുന്നേക്കാളും ആദ്യം കഴിച്ചിട്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പഴംപൊരി. പക്ഷെ ഇപ്പൊ ഞാൻ കഴിക്കാറേ ഇല്ല. അതിന് കാരണം കൊളസ്ട്രോൾ. നമ്മളെ കടകളിൽ കിട്ടുന്ന പഴംപൊരി പലയാവർത്തി ചെയ്ത് ഷേപ്പ് പോലും ഇങ്ങനെ അല്ല, ഇങ്ങനെ അത് മൊത്തം കട്ടി പിന്നെ ചില ടങ്ക്ലീനർ പോലെയാണ്. അകത്ത് പഴം വെച്ചാൽ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. കട്ടിയാണ് എടുക്കുമ്പോ അതിനകത്തൊരു ലെയർ പോലും. അത് മൈദ മാവിന്റെ ആയിരിക്കും കൂടുതലും. ഇത് നിങ്ങൾ കഴിക്കാൻ പോകുന്ന മലബാരി പഴംപൊരി അങ്ങനെയൊക്കെ ഉണ്ട്. അവന് പ്രാന്താടി നമ്മുടെ വീട്ടിലത്തെ പഴംപൊരി. അവൻ ഇന്നെങ്കിലൊക്കെ പറയുന്നുണ്ട് കൊളവാക്കും. അവര് ചോദിക്കും എന്ത് മലബാറി. അല്ല, നമ്മുടെ മലബാറികളുടെ ഇഷ്ടമുള്ള പഴംപൊരി എങ്ങനെയുണ്ട് അനിച്ചേട്ടാ? കഴിച്ചിട്ട് പറഞ്ഞോട്ടാ. ആ ചൂടോട് കഴിക്കുന്ന നാക്ക് പൊള്ളട്ടെ, നാക്കൊക്കെ പൊള്ളട്ടെ. സൗണ്ട് കേൾക്കണോ? അതിന് വേണ്ടിട്ട് ഞാൻ മാക്സിമം അതിനെ ക്രിസ്പി കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് ഞങ്ങളൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഉണ്ട് ഞങ്ങളുടെ. അല്ല, മധുരമൊക്കെ കറക്റ്റ് അല്ലേ? ഒരു കട്ടൻ ചായ കൂടെ ഉണ്ടെങ്കിൽ അതാണ് പറഞ്ഞത്. അത് നോക്കാം, ഒരു കട്ടൻ ചായ കൂടി സെറ്റ് ചെയ്യാം. നമുക്കൊരു കട്ടൻ ചായ സെറ്റ് ചെയ്തിട്ട് തരാട്ടോ. അപ്പൊ എന്തായാലും സംഭവം സൂപ്പർ. ആ പഴുത്ത പഴവും എല്ലാം സെറ്റ്. ഞാൻ അങ്ങോട്ട് നിൽക്കാം. വിലയിരുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടേസ്റ്റ് നോക്കിട്ട് വിലയിരുത്തൊന്നും വേണ്ട, വെറുതെ ടേസ്റ്റ് ചെയ്തോ. ചേച്ചി അന്നാ വക്ക് പൊട്ടിയ പഴംപൊരി കൊടുത്ത് ഈ പൊട്ടം ഇതെന്തോ എഞ്ചിനോയിലാണ് ചേച്ചി. ഇത് കണ്ട, ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമിതാണ്. ഇത് കൊച്ചു പട്ടികളെടുത്ത് കൊച്ചു കുട്ടികളെടുത്ത് കളിക്കുന്നത് പറയുന്നതാണ്.
എന്ത് നാറും അയ്യോ. എങ്ങനെ ടേസ്റ്റ് പറ വിഷ്ണു അറിയാം. ഹലോ ഇത് മറ്റേ മാർക്ക് ഇടാന്നല്ല പറയുന്നത്. 3 മാർക്ക്. എത്രയില്? 5-ല്. ഏ? കിട്ടുന്നത്. 3-ല്. 3 മാർക്ക്. ആ. ഓ ഇപ്പൊ അനീഷേട്ടന് നല്ല taste. അക്ഷരം കൂടി വന്ന് അനീഷും പറഞ്ഞിട്ട് പോയത്. അക്ഷരം പറഞ്ഞറിയാമോ? 100-ല് 100. ആ ഞങ്ങൾ 100 ആയിരുന്നില്ല. ഞങ്ങള് 3-ല് 3 മാർക്ക്. മതി. സെയിം അല്ലേ? Same. വീടണം. Equal. ഓക്കെടാ. ഇയാൾക്ക് എന്തിനാ അയ്യോ പോ. ഒന്നും ചെയ്തിരും. അവിടത്തെ ഇതാണോ അത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇല്ല, തുടങ്ങിയതേ ഉള്ളൂ. ചേച്ചി എനിക്ക് ചേച്ചിയെ ഇഷ്ടം. അത്ര പോരാ. അത്ര പോരാ. ഏത് ഉറപ്പാണല്ല? ഞാൻ അപ്പോഴേ ഓർത്താണ് ആ ദീപൻ കഴുത്തേലും മറ്റേ ആ ചങ്ങലല്ലോ ഒരു വളയം പോലെ കിട്ടും. അല്ലെങ്കിൽ ഞങ്ങളൊരു ടീമാ. ഞങ്ങൾ ഈ സൈഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഈ സൈഡ് ആകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ചായ വേണ്ടി ചായ, ഞങ്ങൾക്ക് ഒരു ചായ. ഞങ്ങൾ ഇടതുപക്ഷമാണല്ലോ. അപ്പൊ ഞങ്ങള് പോണേ. ബൈ. ഹായ്. ചേച്ചി ഇനി ഇവരെ അടുപ്പിക്കണ്ട. ഓക്കെ Okay, bye. ആ ശരി. തീർച്ച ചേച്ചി വല്ല കാര്യമുണ്ട് ഇത് ഇല്ല നോക്കിയേ. അല്ലടാ കുഴപ്പമില്ല ഒരെണ്ണം കൂടി നമുക്ക് അവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് കഴിക്കാൻ കൊടുക്കാൻ ഇഷ്ടമുള്ള ഇഷ്ടം. ബാക്കി ഇപ്പോഴും എത്ര പേര് കാത്തിരിക്കണമെന്ന് അറിയോ? അപ്പൊ ഞങ്ങളുടെ ഗൈസ് ഞങ്ങളുടെ പഴം പൊരിച്ചത് കഴിച്ചവരൊക്കെ 100% മാർക്ക് 100 മാർക്ക് തന്നറിയോ? ഒരു പോയിന്റ് പോലും കുറച്ചിട്ടില്ല കാരണം അത്രയ്ക്കും ക്രിസ്പി നല്ല ടേസ്റ്റി Tasty, സ്വീറ്റി yummy. യമ്മി നല്ല പഴുത്ത പഴം സൂപ്പർ കിടു Thank you. കിടു അപ്പൊ എന്തായാലും സന്തോഷം. എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.